ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ന് 75 വയസ്സ്. ലോകത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടനയെന്ന് കരുതപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന 395 അനുച്ഛേദങ്ങളും 12 ഷെഡ്യൂളുകളും അനവധി വകുപ്പുകളും ഉപവകുപ്പുകളും അടങ്ങിയതാണ്. ഭരണഘടനാ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇതിന്റെ കരട് രൂപം തയ്യാറാക്കിയത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു സമിതി അധ്യക്ഷൻ. KM മുൻഷി, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, TT കൃഷ്ണമാചാരി തുടങ്ങി ഭരണഘടനാ വിദഗ്ധർ അംഗങ്ങളായി. ഭരണഘടനാ ഉപദേശകനായ BN റാവു ആണ് യഥാർത്ഥത്തിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. പുതിയൊരു ഭരണഘടനാ രൂപം തയ്യാറാക്കുക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏറെക്കുറെ പൂർണ്ണമായും കടമെടുക്കുകയും അതേസമയം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിന് ആവശ്യമായ വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പല ലോക രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയതെങ്കിലും കാതലായ വകുപ്പുകളിൽ അതിന്റെ ശില്പികളുടെ യാഥാർത്ഥ്യബോധം നിഴലിച്ചു കാണാം. ഒരു ഭാഗത്ത് എല്ലാ മൗലിക അവകാശങ്ങളും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമൊക്കെ നൽകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആരെയും കരുതൽ തടങ്കലിൽ വെക്കാമെന്ന വ്യവസ്ഥയുമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുത്താനും സ്വാതന്ത്ര്യം എടുത്തുകളയാനും ഭരണകൂടത്തിന് അധികാരം നൽകുന്ന വ്യവസ്ഥയുമുണ്ട്. എന്നാൽ അതെല്ലാം നിയമാനുസൃതമായ ചട്ടങ്ങൾ അനുസരിച്ചേ ആകാവൂ എന്നും പറയുന്നു. ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഒരു നടപടിച്ചട്ടം മാത്രം മതിയാകും, അത് നീതിയുക്തമാകണമെന്നില്ല എന്ന വ്യാഖ്യാനം 1950 സുപ്രീം കോടതി AK ഗോപാലൻ കേസിൽ വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനയുടെ പ്രശസ്തമായ 21ാം അനുച്ഛേദത്തിന്റെ പൊരുൾ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ നടപടിച്ചട്ടങ്ങൾ ഉണ്ടാകണമെന്നേ ഉള്ളൂ, അത് നീതിയുക്തമല്ലെങ്കിലും സാരമില്ല എന്ന അഭിപ്രായം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം ഹനിക്കാൻ പോരുന്നതായിരുന്നുവെന്ന് പിൽക്കാല ചരിത്രം പഠിപ്പിക്കുന്നുമുണ്ട്. ഈ വ്യാഖ്യാനം ശരിയല്ലെന്നും ഭരണഘടനയുടെ 21ാം അനുച്ഛേദം വ്യക്തികൾക്ക് നൽകുന്ന പരിരക്ഷ എടുത്തു കളയുന്നത് നീതിയുക്തമായ ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ ആകാവൂ എന്നും സുപ്രീം കോടതി 1978 മേനകാ ഗാന്ധിയുടെ കേസിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇത്തരം ചില വൈരുദ്ധ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തിന്റെ ഉദാഹരണങ്ങളുമായി നമുക്ക് കരുതാം. ഭരണഘടന നിർമ്മിക്കുമ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നല്ലോ. രാജ്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി നിലനിൽക്കുമോ എന്ന ഭീതി പോലും ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും ഭരണകൂടം അനുവർത്തിക്കേണ്ട നയങ്ങളെ സംബന്ധിച്ച നിർദ്ദേശക തത്വങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ്. മൗലികാവകാശങ്ങൾ വ്യക്തികേന്ദ്രീകൃതമാണ്. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ നീതിപീഠത്തെ സമീപിക്കാനുള്ള അവകാശവും ഒരു മൗലികാവകാശമാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ഭരണകൂടത്തിന് വേണ്ടിയുള്ള പൊതുവായ മാർഗനിർദ്ദേശങ്ങളാണ്. ഈ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ആർക്കും കോടതിയെ സമീപിക്കാനുമാകില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മൗലികാവകാശങ്ങൾക്കാണ് എന്ന് കാണാം. സുപ്രീം കോടതിയും അത്തരമൊരു സമീപനമാണ് കുറെ കാലം സ്വീകരിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇതിൽ ക്രമേണ മാറ്റം വരുന്നതായി കാണാം. നെഹ്റു വിഭാവനം ചെയ്തതും ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സംവിധാനമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കും എന്നാണ്. ഡോക്ടർ അംബേദ്കറുടെ അഭിപ്രായം രാജ്യത്ത് സാമ്പത്തിക ജനാധിപത്യം നിലവിൽ വരുമെന്നതാണ്. അതായത് സമ്പത്തിന്റെ തുല്യമായ വിതരണം. പ്രശസ്ത ഭരണഘടനാ പണ്ഡിതനായ ഗ്രാൻവിൽ ഓസ്റ്റിന്റെ അഭിപ്രായത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനും പൊതുനന്മയ്ക്കുമിടയിൽ ഒരു മധ്യമാർഗമാണ് ഇന്ത്യക്ക് ആവശ്യം. നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് മാതൃകയും അംബേദ്കറുടെ സാമ്പത്തിക ജനാധിപത്യവും ഗ്രാൻവിൽ ഓസ്റ്റിന്റെ മധ്യമാർഗവും നമുക്ക് ഈ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കാണാം. എന്നാൽ മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടാകാൻ പാടില്ലെന്നും ഇവ പരസ്പര പൂരകങ്ങളായിരിക്കണമെന്നും 1980 മിനർവ മിൽസ് കേസിൽ വ്യത്യസ്തമായൊരു സമീപനം കാണാം. അവിടെ സുപ്രീം കോടതി പറഞ്ഞതിന്റെ അർത്ഥം മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ മൗലിക അവകാശ ലംഘനത്തിന്റെ പേരിൽ ഒറ്റയടിക്ക് റദ്ദു ചെയ്യുകയില്ല എന്നാണ്. ഇങ്ങനെ സുപ്രീം കോടതി നടത്തുന്ന നിരന്തര വ്യാഖ്യാനങ്ങളിലൂടെ ഭരണഘടനയുടെ കാതലായ വ്യവസ്ഥകൾക്ക് കൂടുതൽ വ്യക്തതയും മിഴിവും കൈവന്നിട്ടുണ്ട്. ചലനാത്മകമായ ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ വ്യാഖ്യാനങ്ങളുടെ പുതിയ സമീപനങ്ങളും അത്യന്താപേക്ഷിതമാണ്. അപ്പോഴാണ് ഭരണഘടന എന്ന അടിസ്ഥാന നിയമസംഹിതയ്ക്ക് സാർവകാലികത കൈവരുന്നത്. ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവിന്റെയും പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മകൾ ഇന്ദിരാഗാന്ധിയുടെയും കാലത്താണ് ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായത്. നെഹ്റുവിന്റെ കാലത്ത് 17 തവണയും ഇന്ദിരാഗാന്ധി 28 തവണയും ഭരണഘടന ഭേദഗതി ചെയ്തു. ഇതിൽ നെഹ്റുവിന്റെ കാലത്ത് 9ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ ചേർത്തതാണ് പ്രധാനം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ വെട്ടിക്കുറച്ച 42ാം ഭേദഗതിയിലൂടെ വിവാദവും സൃഷ്ടിച്ചു. 18 ജൂൺ 1951 നെഹ്റുവിന്റെ കാലത്തെ ആദ്യ ഭേദഗതിയിലൂടെ 13 നിയമങ്ങൾ പട്ടികയിൽ ചേർത്തു. ഭരണഘടനയിലെ ഒരു പ്രത്യേക വ്യവസ്ഥയായ 9ാം ഷെഡ്യൂൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളടക്കം അവകാശങ്ങളെ കോടതികളിൽ ചോദ്യം ചെയ്യുന്നത് തടയാനാണ് 9ാം ഷെഡ്യൂൾ. സ്വത്തവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, നിയമത്തിന് മുമ്പിലുള്ള സമത്വം തുടങ്ങിയവയും ഇതിന് കീഴിൽ വരുന്നുണ്ട്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കുമുള്ള പ്രത്യേക വ്യവസ്ഥ ചേർത്തതും ജമീന്ദാരി ഉന്മൂലന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത സുരക്ഷിതമാക്കുകയും ചെയ്ത ഭേദഗതിയിലൂടെ
അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. 1977 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് പാസാക്കിയ 42ാം ഭേദഗതി മൗലിക അവകാശങ്ങൾ വെട്ടിക്കുറച്ച് അടിസ്ഥാന ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് ചേർത്തതും ഈ ഭേദഗതിയിലൂടെയായിരുന്നു. ഇന്ത്യ അങ്ങനെ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.